ജയരാജ് സംവിധാനം നിർവഹിച്ച 1997 പുറത്തിറങ്ങിയ ചിത്രമാണ് ദേശാടനം. സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഒരുപാട് താരങ്ങളില്ലാതെ ചുരുങ്ങിയ ചെലവിലായിരുന്നു നിർമ്മിക്കപ്പെട്ടത്. ഏറെ ജനപ്രീതി നേടിയ സിനിമയിൽ മിനി നായർ, മാസ്റ്റർ കുമാർ, വിജയരാഘവൻ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഇപ്പോൾ വലിയ സ്റ്റാർ കാസ്റ്റിംഗ് ഇല്ലാതെ ദേശാടനം തിയേറ്ററിൽ 100 ദിവസം ഓടിയതിനെ കുറിച്ച് പറയുകയാണ് സംവിധായകൻ ലാൽ ജോസ്. തന്റെ യൂട്യൂബ് ചാനലിൽ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശാടനം എന്ന പേരിൽ ജയരാജ് സാർ ഒരു സിനിമ ചെയ്തിരുന്നു. ആ സിനിമയിൽ വിജയരാഘവൻ ചേട്ടൻ മാത്രമാണ് അറിയപ്പെടുന്ന ആളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പുതിയ ആളുകളായിരുന്നു. ആ സിനിമ റിലീസിന് മുമ്പ് സിനിമാക്കാർക്ക് മാത്രമായി ഒരു ഷോ വെച്ചു. അത് കാണാനായി കുറെ സിനിമക്കാർ വന്നിരുന്നു. സ്വാഭാവികമായിട്ടും സിദ്ദിഖ് ലാലും ആ സിനിമ കാണാൻ ഉണ്ടായിരുന്നു. അവർ ജയരാജിന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സിനിമ കണ്ടതിനു ശേഷം എങ്ങനെ തിയേറ്ററിലേക്ക് ആളുകളെ കയറ്റണമെന്ന ചർച്ച വന്നു. അന്ന് സിദ്ദിഖും ലാലും ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. ആദ്യം മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും ജയറാമിന്റെയൊക്കെ പെർമിഷൻ വാങ്ങി, എന്നിട്ട് അവരുടെ ഒരു വലിയ മുഖം വെച്ച് പോസ്റ്റർ അടിച്ചു. അതിൽ കൊടുത്ത ക്യാഷൻ "ഞാൻ ഈ സിനിമയിലില്ല, പക്ഷെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി" എന്നായിരുന്നു. സിനിമയിൽ അഭിനയിച്ച കുട്ടേട്ടനൊന്നും പോസ്റ്ററിലധികം ഉണ്ടായിരുന്നില്ല. പകരം ലാലേട്ടൻ, മമ്മൂക്ക, ജയറാമേട്ടൻ, സുരേഷ് ഗോപി തുടങ്ങിയ ആളുകളുടെ പോസ്റ്ററുകളായിരുന്നു ഉപയോഗിച്ചത്. ആ ക്യാഷൻ അന്ന് വളരെ നന്നായി എഫക്റ്റായി. ആളുകളെല്ലാം സിനിമ കാണാൻ വന്നു. അങ്ങനെ ദേശാടനം 100 ദിവസം തിയേറ്ററിൽ ഓടുകയും വലിയ വിജയമാകുകയും ചെയ്തു. അത്രയും പ്രാക്ടിക്കലായ, ഗംഭീര, ബ്രില്യൻ്റ് ഉള്ള ആളുകളായിരുന്നു സിദ്ദിഖും ലാലും, ലാൽ ജോസ് പറഞ്ഞു.